അഭിനയം ഒരു സിദ്ധിയാണ്. അതുള്ളിൽ കിടക്കുന്നിടത്തോളം കാലം മറ്റൊന്നിനും ആരെയും തൃപ്തരാക്കാൻ കഴിയില്ല. അഭിനയം എന്നതൊരു ജോലിക്കപ്പുറത്തേക്ക് അഭിനിവേശമാകുമ്പോഴാണ് ഇത്തരം തൃപ്തിക്കുറവുകൾ നമുക്കുണ്ടാകുന്നത്. കലയുടെ വശ്യമായ ഒരു ശക്തി തന്നെയാണ് അതിന് കാരണം. എത്രത്തോളം അത് ഉള്ളിലേക്ക് വലിഞ്ഞാലും അതിശക്തമായി തന്നെ പിന്നീടുള്ള ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അത് പുറത്തേക്ക് തിരികെ എത്തുക തന്നെ ചെയ്യും. അത്തരത്തിൽ മലയാള ചിത്രത്തിന് കിട്ടിയ ഒരു വരദാനമായിരുന്നു ജി.കെ. പിള്ള എന്ന കലാകാരൻ. ഘനഗാംഭീര്യമുള്ള ശബ്ദവും രൂപവുമായി മലയാള സിനിമയിലെ പുരുഷത്വമായി മാറിയ മഹാനടൻ. 1924 ജൂലൈ മാസത്തിൽ തിരുവനന്തപുരം വർക്കലയ്ക്കടുത്ത് ഇടവയിൽ മാന്തറ വീട്ടിൽ പെരുമ്പാട്ടത്തിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായിട്ടാണ് ജി.കെ. പിള്ള ജനിക്കുന്നത്. ഗോവിന്ദപിള്ള മകന് കേശവപിള്ള എന്ന പേര് നൽകി. ചിറയിൻകീഴിലെ ശ്രീചിത്തിര തിരുനാൾ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടുമ്പോൾ അവിടെ ഭാവിയിൽ പ്രശസ്തരാകാൻ മാത്രം ജനിച്ച കുറച്ച് സഹപാഠികളും ഒപ്പമുണ്ടായിരുന്നു. അവർക്കൊപ്പം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കേശവപിള്ള വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പലയിടങ്ങളിലും ശക്തമായിരുന്നു. ആ സമരങ്ങളിൽ ആകൃഷ്ടനായി മാറിയ കേശവപിള്ള 14-ാം വയസ്സിൽ തന്നെ സമരമുഖത്ത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊപ്പം കൂടി. സമരജാഥകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് അക്കാലത്ത് കേശവപിള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മാറി. പക്ഷേ അച്ഛനും അമ്മയ്ക്കും മകനെ ഓർത്തുള്ള വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമായി. പലതരത്തിലും മകനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഗോവിന്ദപിള്ളയും ജാനകിയും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്മാറാൻ കേശവപിള്ളയ്ക്ക് കഴിഞ്ഞില്ല. ഒരു ദിവസം മകൻ നാട് വിട്ടു എന്ന് വേദനയോടെയാണ് അവർ തിരിച്ചത്. നാട് വിട്ടെത്തിയ കേശവപിള്ള നേരെ ചാക്കയിലേക്കാണ് എത്തിയത്. ഇന്നത്തെ കാലത്തെ പോലെ അന്ന് ചാക്കയിലേക്ക് എത്തുക അത്ര എളുപ്പമായിരുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ ചാക്കയിൽ. അങ്ങനെ ചാക്കയിലെത്തി. അവിടെയുള്ള സൈനിക റിക്രൂട്ട്മെന്റ് ക്യാമ്പിലാണ് അദ്ദേഹത്തിന്റെ യാത്ര അവസാനിച്ചത്. എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്ന കേശവപിള്ളയുടെ സൈനിക പ്രവേശനം വളരെ എളുപ്പത്തിൽ തന്നെയാണ്. സൈനികനായി മാറിയ കേശവപിള്ള മദ്രാസ് റെജിമെന്റിലെ പാളയം കോട്ടയിൽ നിയമിതനായി. പിന്നീട് അവിടെ നിന്നും കോയമ്പത്തൂരിലെ മധുക്കരയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. ഈ സാഹചര്യത്തിലാണ് 2ാം ലോക മഹായുദ്ധം ഇവിടെ ശക്തമാകുന്നത്. ഇതേ തുടർന്ന് സിംഗപ്പൂർ, ബർമ്മ, സുമാത്ര എന്നീ രാജ്യങ്ങളിൽ സൈനിക സേവനത്തിനായി അദ്ദേഹത്തിന് പോകേണ്ടതായി വന്നു. ഈ സമയത്തൊന്നും അതിശക്തമായ ദേശസ്നേഹം മനസ്സിൽ കിടന്ന കേശവപിള്ള സൈന്യത്തിൽ നിന്ന് വിരമിക്കാനൊന്നും തയ്യാറായില്ല. പിന്നീട് ഇന്ത്യയിൽ തിരികെ എത്തിയ ശേഷം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സൈനിക സേവനം അനുഷ്ഠിച്ചു. ഒടുവിൽ മദ്രാസ് റെജിമെന്റിന്റെ ഊട്ടി വില്ലിംഗ്ടണിലെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അദ്ദേഹം പോസ്റ്റ് ചെയ്തു. ഇക്കാലത്ത് ക്യാമ്പിൽ നടത്തിയ നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു. കേശവപിള്ളയുടെ അഭിനയം നേരിൽ കണ്ട പലരും അദ്ദേഹത്തെ അഭിനന്ദിച്ചു. തൻ്റെ ഉള്ളിൽ ഒരു നടന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ കലശലായ അഭിനയഭ്രമവും വളർന്നു. ഇതോടെ സൈനിക സേവനം മതിയാക്കാനായി കേശവപിള്ളയുടെ അടുത്ത ശ്രമം. അക്കാലത്ത് സേനയിൽ 15 വർഷം തികച്ചു ജോലി ചെയ്താൽ മാത്രമേ സൈനിക ആനുകൂല്യങ്ങൾ ലഭിക്കൂ എന്നിരിക്കലും സൈനിക ജീവിതം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെ 13 വർഷം മാത്രം ജോലി നോക്കിയിട്ട് കേശവപിള്ള സൈനിക സേവനം അവസാനിപ്പിച്ചു മടങ്ങി. അവിടെ നിന്ന് നേരെ അദ്ദേഹം പോയത് കോടമ്പക്കത്തേക്കായിരുന്നു. സിനിമയിലേക്കുള്ള രംഗപ്രവേശം അത്ര എളുപ്പമായിരുന്നില്ല. നിരവധി വാതിലുകളിൽ അദ്ദേഹം മുട്ടി. ഒടുവിൽ അന്വേഷണം ചെന്ന് അവസാനിച്ചത് S.S. രാജൻ എന്ന സംവിധായകന് സമീപമായി. അങ്ങനെ ആദ്യത്തെ ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചു. 1954 മുട്ടത്ത് വർക്കിയുടെ കഥയെ ആസ്പദമാക്കി T. വാസുദേവൻ സ്നേഹസീമ എന്ന പേര് നിർമ്മിച്ച ചിത്രത്തിൽ അങ്ങനെ പൂപ്പള്ളി തോമസ് എന്ന കഥാപാത്രത്തിന് വേണ്ടി ആദ്യമായി ഛായമൊരുങ്ങി. സത്യൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുതുകുളം രാഘവൻ പിള്ള, SP പിള്ള, പത്മിനി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. അതൊരു മികച്ച തുടക്കമായിരുന്നു. അടുത്ത ചിത്രം ഹരിശ്ചന്ദ്രയായിരുന്നു. ഇതിഹാസ പുരാണങ്ങളെ ആസ്പദമാക്കി 1955 ആന്റണി മിത്രദാസ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഹരിശ്ചന്ദ്ര. ഈ ചിത്രത്തിൽ വിശ്വാമിത്രന്റെ വേഷത്തിലായിരുന്നു ജി.കെ. പിള്ള എത്തിയത്. അക്കാലത്ത് തന്നെ കേശവൻ പിള്ള ജി.കെ. പിള്ള എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടിരുന്നു. പിന്നീട് 1956 പുറത്തിറങ്ങിയ മന്ത്രവാദി എന്ന ചിത്രത്തിലായിരുന്നു ജി.കെ. പിള്ളയുടെ അടുത്ത വേഷം. പിന്നീട് അതോടുകൂടി അഭിനയ സഫരിക്ക് തുടക്കമാവുകയായിരുന്നു. രൂപവും ശബ്ദവും ഒരു വില്ലന് ചേർന്നതാണെന്ന് അക്കാലത്തെ ചലച്ചിത്രകാരന്മാർ തിരിച്ചറിഞ്ഞിട്ടാകണം കണ്ണൂർ ഡീലക്സ്, സ്ഥാനാർത്ഥി സാറാമ്മ, ലോട്ടറി ടിക്കറ്റ്, കോട്ടയം കൊലക്കേസ്, കൊച്ചിൻ എക്സ്പ്രസ് എന്നീ ചിത്രങ്ങളിൽ വില്ലൻ വേഷങ്ങളിലാണ് ജി.കെ. പിള്ള തിളങ്ങിയത്. 300-ലധികം ചിത്രങ്ങളിലേറെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. ഹരിശ്ചന്ദ്രയിലെ വിശ്വാമിത്രന്റെ വേഷം ഏറെ പ്രശംസ നേടിയെടുത്തതോടെ നിരവധി പുരാണ ചിത്രങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ഏറെ ത്യാഗപൂർണമായ യാത്രയ്ക്കൊടുവിലാണ് ചലച്ചിത്ര മേഖലയിലേക്ക് എത്തിയെങ്കിലും
നിരവധി മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ ജി.കെ. പിള്ള എന്ന പേര് എഴുതി ചേർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാര്യസ്ഥൻ എന്ന തോംസൺ കെ തോമസിന്റെ ചിത്രത്തിലൂടെ പുതുതലമുറയുടെ ഇടയിലും ഇടം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗാംഭീര്യമുള്ള ശബ്ദമായിരുന്നു ജി.കെ. പിള്ള എന്ന നടനെ അടയാളപ്പെടുത്തിയത്. സിനിമയിൽ നിന്ന് പിന്നീട് ടെലിവിഷൻ പരമ്പരകളിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം. മധുമോഹൻ സംവിധാനം ചെയ്ത ആകാശത്തിലെ പറവകൾ എന്ന പരമ്പരയിലൂടെയാണ് അദ്ദേഹം ടെലിവിഷൻ രംഗത്തേക്ക് എത്തിയത്. പിന്നീട് നിരവധി പരമ്പരകളിൽ അദ്ദേഹം വേഷമിട്ടു. ശബ്ദം കൊണ്ടും രൂപം കൊണ്ടും മലയാള സിനിമയിൽ സ്വന്തമായി ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ അദ്ദേഹം 2021 ഡിസംബർ 31 ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നും അരങ്ങൊഴിയാതെ ജി.കെ. പിള്ള എന്ന അതിമാനുഷനായ നടൻ മലയാളികൾക്കുള്ളിൽ ഇന്നും ജീവിക്കും. അനശ്വരമാക്കിയ നിരവധി വേഷങ്ങളിൽ